LDF ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, കായംകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ജനാധിപത്യ വിരുദ്ധ നിലപാടും തിരുത്തുക, സ്വജനപക്ഷപാതം LDF കൗൺസിലർമാർക്കെതിരെ കള്ളക്കേസ് എടുക്കുക തുടങ്ങിയിട്ടുള്ള തെറ്റായ സമീപനങ്ങളുമായിട്ടാണ് നഗരസഭാ ഭരണം മുന്നോട്ടു പോകുന്നതെന്നും ആരോപണമുണ്ട്. ചെയർമാനെ നോക്കുകുത്തിയാക്കിയുള്ള പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് ഭരണത്തിൽ നടക്കുന്നത്. കത്താത്ത തെരുവു വിളക്കുകൾ, തെരുവുനായ ആക്രമണം, കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അപാകതകൾ, പട്ടണത്തിലെ മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഭരണകക്ഷി നേതാവിന്റെ സഹോദരനായ UDF കൗൺസിലറുടെ സ്ഥാപനത്തിന് മുൻവശമുള്ള കൈവരികൾ യാതൊരു തീരുമാനവുമില്ലാതെ നിയമലംഘനം നടത്തി പൊളിച്ചുമാറ്റി. LDF കൗൺസിലർമാരുടെ വാർഡിലെ വിഷയങ്ങളടക്കം പരിഹാരമില്ലാതെ പോകുന്ന രീതി മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. സ്ഥാപനങ്ങൾ ഭരിക്കുന്ന UDF-നെയും കൂടി ബാധിക്കുന്ന വിഷയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയിരിക്കുന്നത്. UDF-ന്റെ ജനപ്രതിനിധികൾ വ്യക്തിപരമായി കാണുമ്പോൾ അവർ തന്നെ സംസാരിക്കാറുണ്ട്. പുതിയ ഗവൺമെന്റ് വന്ന് 2.5 മാസക്കാലമായിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമപരമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി, പദ്ധതി വിഹിതത്തിന്റെ ആദ്യഗഡു പോലും തരാത്ത സ്ഥിതി, മറ്റ് പദ്ധതി വിഹിതം പോലും അനുവദിക്കപ്പെടാത്ത സ്ഥിതി. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് UDF-ന്റെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമുള്ള ജനപ്രതിനിധികൾ പോലും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ UDF-നെ കൂടി ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം. പ്രതിഷേധ മാർച്ചിന് ശേഷം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ LDF കൺവീനർ അഡ്വക്കേറ്റ് A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായുള്ള A. മഹേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. P. ഗാനകുമാർ, ഷെയ്ഖ് P. ഹാരിസ്, അഡ്വക്കേറ്റ് AS സുനിൽ, P. അരവിന്ദാക്ഷൻ, S. കേശുനാഥ്, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി, അഡ്വക്കേറ്റ് A. ഷിജി, സലീം മുരുക്കുമൂട്, മിനി സലീം, A. നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.